പടം നന്നായിട്ടുണ്ട്. കോക്കിൻ്റെ അടുത്ത് ഉണ്ണിയുടെ അടുത്തൊക്കെ പറഞ്ഞേക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് നശിപ്പിക്കുക, മലയാള സിനിമയെ നശിപ്പിക്കുക. ഇത് ഹിറ്റ് ആവേണ്ട ഫിലിമാണ്. നല്ല പടം, നല്ല കുഴപ്പമില്ല. കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ച്. ലാസ്റ്റത്തെ ഒരു കുറച്ച് നേരം മാത്രം എൻഗേജിങ് ആയിട്ടുണ്ട്. ഒരു ഓൾ ടൈം ഉള്ള പോലെയുള്ള അഭിനയം തന്നെ. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. നോർമൽ ഒരു ക്യാരക്ടർ. കോമഡി ഉണ്ട്. ഒരു മിനിമം ക്യാരക്ടർ നമുക്കുണ്ട്. അതിന്റെ 4 ഇരട്ടി തരുന്ന ഫീലാണ് പടം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവലിന് അത്രയേറെ വൺ മാൻ ഷോ. അമ്മാതിരി ലെവലിലാണ് പടം എടുക്കുന്നത്. ഒരു സീൻ പോലും ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിനേക്കാൾ 2 ഇരട്ടിയോ 100 ഇരട്ടി മികച്ചാണ് സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. ആ ഒരു ലെവലിലാണ് പടം എടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഉറപ്പായിട്ടും തിയേറ്റർ വാച്ചിന് പറ്റിയ പടമാണ്. ഉറപ്പായിട്ട് ഇത് ആൾക്കാർ കൺഫേം ആണ്. നസ്രിയുടെയും ബേസിലിന്റെയും ആ ഒരു ഗ്യാരണ്ടി നമുക്കുണ്ട്. അതിന്റെ 4 ഇരട്ടി പടത്തിലുണ്ട്. ഒരു സീനിന് ബോറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. കോമഡി ഫാമിലിക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടമാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടില്ല. ആ ഒരു റേഞ്ചിൽ എടുത്തിരിക്കുന്നു. സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ? കൊള്ളാം, സൂപ്പർ സ്റ്റോറി. സൂപ്പർ തന്നെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ജാനറാണ് ഇഷ്ടം. അതുകൊണ്ട് സൂപ്പറായിട്ട്. കംബാക്ക് എന്ന് പറയാനൊന്നുമില്ല. നസ്രിയ കംബാക്ക് അല്ലല്ലോ, കുറെ നാൾ ഇല്ലായിരുന്നല്ലോ. നസ്രിയക്ക് കിട്ടിയ ഒരു കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം തന്നെ, എനിക്ക് നല്ല ഇഷ്ടം. സൂപ്പർ ആയിരുന്നു, എല്ലാം കൊള്ളാം. നല്ല ടിസ്റ്റ് ഉണ്ട്, കൊള്ളാം. പടം കൊള്ളാം. നമ്മളൊരു ത്രില്ലടിപ്പിച്ച് ഇരുത്തി കാണാൻ പറ്റിയ ഒരു സീനാണ്. നന്നായിട്ട് ഫാമിലിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മൂവിയായിരുന്നു. എടുത്തു പറയാന്ന് പറയുമ്പോൾ ബേസിൽ ജോസഫ്, പിന്നെ 4 വർഷത്തിന് ശേഷം നസ്രിയയുടെ ആക്ടിങ് ഒക്കെ കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഡിഫറെന്റ് ആയിരുന്നു. ആള് സാധാരണ കോമഡി നമ്മൾ അങ്ങനെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇനി എന്ത് സംഭവിക്കും അവസാനമായപ്പോ എല്ലാം കൂടെ വന്ന് അടിപൊളി. ബേസിലിന് അത്രയൊക്കെ ഒന്നും പറയില്ല. മ്യൂസിക്, ക്രിസ്റ്റോ സേവറിന്റെ മ്യൂസിക് വാക്കുകളില്ല, അമ്മാതിരി സൂപ്പർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒരു രക്ഷയില്ല. പടം ബ്ലോക്ക് ബസ്റ്റർ, ഉറപ്പ്, കൺഫേം. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ സിനിമയുടെ തിരക്കഥയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഇത്. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്ത തിരക്കഥ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സിനിമയിലെ തിരക്കഥ. പിന്നെ ആ ട്വിസ്റ്റ്, അത് നമ്മൾ ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും അതായിരിക്കും ആ ഒരു അവസാനം എൻഡിങ്ങിലെ ആ ട്വിസ്റ്റ് എന്ന് ആരും ചിന്തിക്കില്ല. അമ്മാതിരി ആ കഥ ഇങ്ങനെ അടുത്തെന്ത് ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് അത്ര ഇതായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ആ സിനിമ തിരക്കഥ ചെയ്തിട്ടുണ്ട്. അത്ര നന്നായിട്ട് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു 2 അക്ഷരമല്ലേ ഉള്ളൂ. അത് ആരാണ് ആരെടുത്താലും പുള്ളിയെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. തിരക്കഥ എഴുതി ആരായാലും എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ 2024 ഏറ്റവും നല്ല തിരക്കഥ ഈ സിനിമയിലെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. 2024 ഏറ്റവും മികച്ച ത്രില്ലറും ഈ ഫിലിമായിരിക്കും. എന്ന് പറയുമ്പോൾ പേടിച്ച് വിറച്ചിരിക്കുന്ന ത്രില്ലറല്ല. നമുക്ക് ആർക്കും, ഈ കുഞ്ഞു കുട്ടികളോട്ട് പ്രായമായവർ വരെ എൻഗേജഡായിട്ട്, അതായത് ഒരു സമയം പോലെ ലാഗായിട്ടോ നമുക്കൊരു ബോറിംഗ് ആയിട്ടോ ഒന്നും തോന്നാത്ത അത്ര മികച്ച ഒരു ഫിലിമാണ്. അവര് അത് സിനിമ പറഞ്ഞാൽ അത് അതുകൊണ്ട് ഒരു രക്ഷയില്ല. 2 പേരും തമ്മിലുള്ള ഒരു മത്സരം പോലെയാണ് ഫിലിം. ഇവരുടെ ജോഡിയല്ല, നസ്രിയയുടെ ഹസ്ബൻഡായിട്ട് ദീപക്കാണ് അഭിനയിച്ചത്. പുള്ളിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറെ കുറേ താരങ്ങളുണ്ട്. പിന്നെ നമ്മളെ അഖില ഭാർഗവന്, പ്രേമലുലാകുട്ടി, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു എന്താ പറയുക, 2024 അവസാനത്തെ സൂപ്പർ ഹിറ്റ് ഈ സിനിമ ആയിരിക്കും. മിക്കവാറും ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവാനാണ് സാധ്യത. അത്രയ്ക്ക് നല്ലൊരു